കോഴിക്കോട് കോവൂര് ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. കൂട്ടാലിയുടെ സ്വദേശിയായ റിനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. KV രാഹുൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ മെഡിക്കൽ കോളേജിലാണുള്ളത്. രാഹുൽ, ഒരു മുൻകരുതലും ഇല്ലാതെ, ഒരു സുരക്ഷാ മുൻകരുതലും ഇല്ലാതെയാണോ ഇത് വൃത്തിയാക്കാൻ ഇറങ്ങിയത് ഇവര്? അത്യന്തം ദുഃഖകരമായ സംഭവം തന്നെയാണ്. ദാരുണമായ മരണമാണ് 2 പേർക്കും സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ ഒരാളുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ ആളുടെ മൃതദേഹം, അതായത് കിനാലൂർ സ്വദേശിയായ അശോകൻ്റെ മൃതദേഹം ഇപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രി കാഷ്വാലിറ്റിയിൽ തന്നെയാണുള്ളത്. ഉച്ച കഴിഞ്ഞാണ് ഈ ദാരുണമായ അപകടം സംഭവിക്കുന്നത്. അതായത് കുറച്ച് ദിവസമായി അടഞ്ഞു കിടക്കുന്ന ഹോട്ടലാണ് ഇരിങ്ങാടൻ പള്ളിയിലെ അമ്മാസ് എന്ന പേരുള്ള ഹോട്ടലാണ്. ഇത് ഏകദേശം ഒരാഴ്ചയോളമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. പുതിയ ആളെടുത്തു തുറക്കുന്നതിന് മുന്നോടിയായി ഈ മാലിന്യ പ്ലാന്റ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികളെ വിളിച്ചത്. അങ്ങനെ ആദ്യം ഒരാളാണ് ഇറങ്ങിയത്. പ്ലാന്റിലേക്ക് ഇറങ്ങി അവിടെ അകപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. മുകളിലേക്ക് കയറാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നുവെങ്കിലും പുറത്തേക്ക് കയറി വരാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് ശ്വാസതടസ്സവും ഉണ്ടായി. തുടർന്ന് രക്ഷപ്പെടുത്താനാണ് രണ്ടാമത്തെ തൊഴിലാളി ശ്രമിച്ചത്. താഴേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. അപകടത്തിൽപ്പെട്ട ആളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്ലാന്റിനകത്തേക്ക് ഇറങ്ങുകയാണ് രണ്ടാമത്തെ ആൾ ചെയ്തിരുന്നത്. അങ്ങനെ 2 പേരും ഈ പ്ലാന്റിനകത്ത് തന്നെ കുടുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചിരുന്നു. അതിനുശേഷം അഗ്നിരക്ഷാസേനയും വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് 2 പേരെയും പുറത്തേക്ക് എടുത്തത്. പക്ഷേ 2 പേരും മരണപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചിരുന്നുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇരിങ്ങാടൻ പള്ളി എന്നത് നമുക്കറിയുന്നത് പോലെ നഗരമധ്യത്തിൽ തന്നെയുള്ള സ്ഥലമാണ്. ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന സ്ഥലവുമാണ്. കോഴിക്കോട് കൂട്ടാലിയുടെ സ്വദേശിയായ റിനീഷ് 42 വയസ്സുകാരനാണ്. കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അത്യന്തം ദുഃഖകരമായ ഒരു സംഭവം. തൊഴിലാളികളാണ് അപ്പോൾ ഈ പ്ലാന്റ് വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങി. മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ, ക്രമീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു. എന്തായാലും ഈ ദാരുണമായൊരു സംഭവം, 2 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അവരുടെ പേര് രാഹുൽ, ഈ ഷഹീദ് ഇപ്പോൾ ഈ ഒരു സംഭവം നടന്ന അവിടേക്ക് എത്തിയിട്ടുണ്ട്. കോവൂരിലെ ആ ഹോട്ടലിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. ഷഹീദ് ഇപ്പം ശ്വാസം മുട്ടി മരിക്കുകയാണ്. ഇപ്പം ഒരു തരത്തിലുള്ള ഒരു സുരക്ഷാ മുൻകരുതലും അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത് ശരിക്കും? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. ഞാനിപ്പോൾ ഈ ഹോട്ടലിൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടെ ഇതിനകത്താണ്, ഇവിടെ തൊട്ടടുത്തൊരു കിച്ചൺ ഇതിനോട് ഹോട്ടലിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനകത്താണ് ഈ മാലിന്യ ടാങ്ക് ഉണ്ടായിരുന്നത്. വളരെ ചെറിയ ഒരു വ്യാസം മാത്രമുള്ള, ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ടാങ്കാണ്. ഇവിടെ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശുചിയാക്കാൻ വേണ്ടിയാണ്. ഏകദേശം 8-10 അടി നീളമുള്ളതാണ്, ആഴമുള്ളതാണ് ഈ മാലിന്യ കേന്ദ്രം. അവിടെയാണ് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം ഒരാൾ ഇറങ്ങുന്നു. പിന്നീട് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. കുഴഞ്ഞു വീണതിനെ തുടർന്ന് ശ്വാസമുട്ടൽ നേരിടത്തിനെ തുടർന്ന് അതെ രക്ഷിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ആൾ അതിനകത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ 2 പേരും കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഏകദേശം അരമണിക്കൂറോളം നേരം കുഴിയിൽ, ഈ മാലിന്യ കേന്ദ്രത്തിൽ, ഈ ടാങ്കിൽ ഇവർക്ക് കഴിയേണ്ടി വന്നു. പിന്നീടാണ് ഫയർഫോഴ്സൊക്കെ എത്തി സുരക്ഷാ ഉപകരണങ്ങളൊക്കെ സംവിധാനത്തോടെ ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞത്. നാട്ടുകാരനാണ്. അതെ, ഇത് ആവശ്യമായ മുൻകരുതലില്ലാതെ സെപ്റ്റി ടാങ്ക് ഓപ്പൺ ചെയ്തതാണ്, വേസ്റ്റ് ടാങ്ക് ഓപ്പൺ ചെയ്തതാണ്. ആദ്യം അവർ കോണി വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരാളതിൽ ഇറങ്ങി. അപ്പോൾ അയാളെ കാല് വീതി അയാൾ വെള്ളത്തിൽ വീണിരുന്നു. അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി മറ്റയാൾ അതിൽ ഇറങ്ങിയ സമയത്ത് 2 ആളും ഏകദേശം അരമണിക്കൂറോളം പുറത്തിറക്കാൻ കൂടി നിൽക്കൊന്നും കഴിഞ്ഞില്ല. ഇവിടെ ആരും ഇല്ലായിരുന്നു. പിന്നീടാണ് അറിഞ്ഞിട്ടാണ്. ആഴമുള്ളതാണോ? കുറച്ച് അത്യാവശ്യം ആയുള്ള കുഴിയാണ്. അതിലെ മുൻകരുതലൊന്നും എടുത്തില്ല, ആവശ്യമായ മുൻകരുതൽ എടുത്തില്ല. എനിക്ക് തോന്നുന്നു അവർ കരാർ തൊഴിലാളികളാണ്. ആദ്യം വന്ന് ടാങ്ക് നോക്കിയതിന് ശേഷം രാത്രി എപ്പോഴെങ്കിലും ഇത് വെള്ളം എടുത്ത് കൊണ്ടുപോകാനുള്ള ക്ലീനിങ് തൊഴിലാളികളായതുകൊണ്ട് അങ്ങനെ ചെയ്യാനേക്കും വന്നിട്ടുണ്ടാവും. പ്രവൃത്തി പരിചയമുള്ള, ജോലി പരിചയമായിരിക്കും. കാരണം അവർ ഓൾറെഡി ലാഡറൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, കുഴിയിൽ ഇറങ്ങി നോക്കിയിട്ടുണ്ട്. അപ്പം പ്രവൃത്തി പരിചയമുള്ള ആളുകൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക, ചെയ്തിട്ടുണ്ടാവുക. ഏതായാലും ഈ തൊഴിലാളികൾ ഇത് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ മുൻകരുതൽ, ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ. പലപ്പോഴും ഇത്തരം അപകടങ്ങൾ, മാലിന്യ ടാങ്കുകൾ ക്ലീനാക്കുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം അതിനകത്തുള്ള കെമിക്കൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മനുഷ്യർക്ക് പെട്ടെന്ന് ശ്വസിക്കുമ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകും, ശ്വാസമുട്ടൽ അനുഭവപ്പെടും. പക്ഷേ ഇത്തരം സുരക്ഷാ മുൻകരുതൽ എടുക്കാതെയാണ്
തൊഴിലാളികൾ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത്. 2 പേരുടെ ദാരുണമായ മരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഈ ഹോട്ടൽ അമ്മ ഹോട്ടലാണ്. ഇവിടെ ബൈപ്പാസിൽ ഈ ഇരിങ്ങാടൻപള്ളി അമ്മാസ് എന്നുള്ളൊരു ഹോട്ടലാണ് ഇത്. ഇരിങ്ങാടൻപള്ളി ബൈപ്പാസിൽ പുതുതായി നിരവധി ഹോട്ടലുകൾ ഉണ്ട്. ഇവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാനൊക്കെ സ്ഥിരമായി എത്തുന്ന ഒരു കേന്ദ്രമാണ് ഈ ബൈപ്പാസ്. അത്തരമൊരു ഹോട്ടലിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ മഴക്കാലമൊക്കെ ആയതിനാൽ അതിന് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് ഇവർ നടത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ സംഭവമാണ്. ഇത്രയും സങ്കടകരമായ ഒരു മരണവുമാണ്. ഏകദേശം അരമണിക്കൂറാണ് അവർ ശ്വാസം മുട്ടി അതിൽ കിടന്നതെന്ന് കൂടി കേൾക്കുമ്പോൾ. ഷഹീദും രാഹുലുമാണ് വിവരങ്ങൾ നൽകിയത്.